ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവി പലപ്പോഴും വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. നമ്മൾ വീട്ടിനുള്ളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലെ ഐശ്വര്യത്തിനെയും ഐശ്വര്യക്കേടിനെയും സൂചിപ്പിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം വൈകുന്നേരങ്ങളിൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യക്കേട് വിളിച്ചു വരുത്തുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നാം എന്തൊക്കെയാണ് ജ്യോതിഷപ്രകാരം ഒഴിവാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അതിലുപരി അതെല്ലാം എപ്രകാരം ഐശ്വര്യക്കേട് ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചും നോക്കാം. സന്ധ്യയ്ക്ക് വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമേ കേശ സംരക്ഷണം. സന്ധ്യയായതിനു ശേഷം മുടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ ഇനിയൊന്ന് ശ്രദ്ധിക്കുക. കാരണം രാത്രിയിൽ മുടി കഴുകുകയോ അല്ലെങ്കിൽ മുടി ചീകുകയോ അല്ലെങ്കിൽ മുടി വിരിച്ചിട്ട് കിടക്കുകയോ ഒക്കെ ചെയ്യുന്നവർ അല്പം സൂക്ഷിക്കുക. ഇത് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമാകും. ഇതുകൊണ്ടൊക്കെയാണ് പണ്ടുള്ളവർ സന്ധ്യ ആവുന്നതിന് മുൻപ് മുടി കെട്ടിവെക്കണമെന്ന് പറയുന്നത്. അടുത്തത് പാത്രങ്ങൾ കഴുകുന്നത്. പലപ്പോഴും രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ സൂക്ഷിക്കുന്നത് അല്പം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിൽ അടുക്കളയിലെ പാത്രങ്ങൾ കഴുകാതെ സൂക്ഷിക്കുന്നത് ലക്ഷ്മി കോപത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഒരിക്കലും കഴുകാത്ത പാത്രങ്ങൾ സൂക്ഷിക്കരുത്. ഇത് ദാരിദ്ര്യത്തിനും കടത്തിനും കഷ്ടപ്പാടിനും കാരണമാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാൽ, തൈര്, ഉപ്പ്, പഞ്ചസാര തുടങ്ങിയ വസ്തുക്കളും സന്ധ്യാനേരത്തിന് ശേഷം ദാനം ചെയ്യുന്നത്. അതുമാത്രമല്ല മഞ്ഞൾ, പുളി എന്നിവ ദാനം ചെയ്യുന്നതും അശുഭകരമായ കാര്യങ്ങളാണ് നൽകുന്നത്. ചില ആളുകളൊക്കെ അടുത്തുള്ള വീടുകളിലേക്ക് നമ്മളെ നശിപ്പിക്കാനായിട്ട് വന്ന് കൃത്യസന്ധ്യ സമയത്ത് വന്ന് ഇത് ചോദിക്കുന്നതാണ്. അത് മനസ്സിലാക്കി അത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലക്ഷ്മി ദേവി ഇല്ലാത്ത വീട്ടിൽ ഐശ്വര്യക്കേട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഈ വസ്തുക്കളൊക്കെ ലക്ഷ്മി ദേവി കൂടിയിരിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് സന്ധ്യാസമയത്ത് കൊടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുന്നതാണ്. ഇതുകൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിതത്തിൽ അസ്ഥിരതയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സന്ധ്യയ്ക്ക് ശേഷം നഖവും മുടിയും മുറിക്കരുത്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. രാത്രിയിൽ ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യക്കേടിലേക്ക് നിങ്ങളെ എത്തിക്കും. മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലക്ഷ്മി ദേവിയോടുള്ള അനാദരവായാണ് ഇത് കണക്കാക്കുന്നത്. രാത്രിയിൽ നഖവും മുടിയും മുറിക്കുന്നത് പൊതുവെ വളരെ അപകടം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുട്ട് വീണതിന് ശേഷം ഒരിക്കലും നഖവും മുടിയും മുറിക്കരുത് എന്ന് പറയുന്നത്. രാത്രിയിൽ വീട് വൃത്തിയാക്കുന്നത് ജ്യോതിഷപ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീട് രാത്രി തൂത്തി വാരുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ഇരുട്ടായി തുടങ്ങിയാൽ പിന്നെ വീട് വൃത്തിയാക്കാൻ സാധിക്കില്ല എന്നതാണ്. എന്നാൽ വിശ്വാസപ്രകാരം രാത്രിയിൽ അഥവാ സൂര്യാസ്തമയത്തിന് ശേഷം വീട് വൃത്തിയാക്കുന്നത് ദോഷഫലങ്ങൾ നൽകും. രാത്രിയിൽ തുണി കഴുകുന്നതും അല്പം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാതാക്കും. ഇതുകൂടാതെ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നു എന്നതുമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിലെ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്ന് പറയുന്നത് ചൂടിലും വെയിലത്തും തുണി ഉണങ്ങുന്നതിലൂടെ അത് അണുക്കളും ബാക്ടീരിയകളെയൊക്കെ ഇല്ലാതാക്കുന്നു. എന്നാൽ വൈകുന്നേരം തുണി ഉണക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ ജ്യോതിഷപ്രകാരം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലാതാവും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.